കാളിദാസ് 2 നമ്മുടെ തമിഴിൽ ഈ അടുത്തായിട്ട് റിലീസ് ചെയ്ത ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു കിടിലം പരിപാടിയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലാത്ത ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കിടിലം മൂവിയാണ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്തായാലും ആ സിനിമ കണ്ടു നോക്കണം. ഒരു അടിപൊളി സിനിമയായിരുന്നു ഫസ്റ്റ് പാർട്ട് കാളിദാസ്. പക്ഷെ കാളിദാസ് 2 വന്നപ്പോൾ എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. അത്യാവശ്യം സിനിമ അത്ര വലിയ ഹുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. സ്റ്റോറി അതിൻ്റെ ഒരു ഒഴുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നി. അത്യാവശ്യം നല്ല പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ സീൻസ് ആയിരുന്നു. നല്ല ട്വിസ്റ്റും ടേൺസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പ്രെഡിക്റ്റബിൾ ആയിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ സിനിമയിൽ ഫീൽ ചെയ്തു. ഫസ്റ്റ് പാർട്ട് പോലത്തെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു പരിപാടി സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നിയില്ല. എനിക്കൊരു ആവറേജ് അനുഭവമാണ് സിനിമയ്ക്ക് തോന്നിയത്. അതിൻ്റെ കേസ് അന്വേഷണം ആണെങ്കിലും അതിലെ കുറേ ട്വിസ്റ്റുകളും കാര്യങ്ങളാണെങ്കിലും എല്ലാം കുറേ പ്രെഡിക്റ്റബിൾ ആയിട്ട് നമുക്കൊരു വാവ് ഫാക്ടർ തരുന്നൊരു സംഭവം ആയിരുന്നില്ല. പക്ഷെ ഫസ്റ്റ് പാർട്ടിലോട്ട് അങ്ങനെയല്ല. ഫസ്റ്റ് പാർട്ട് അടിപൊളിയായിരുന്നു, കിടിലൻ സാധനമായിരുന്നു. അതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഒട്ടും പ്രെഡിക്റ്റബിൾ ഇല്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. സെക്കൻഡ് പാർട്ട് എനിക്കൊരു ആവറേജ് അനുഭവമാണ് സിനിമ തോന്നിയത്. പക്ഷെ ക്ലൈമാക്സിലൊരു സംഭവം മാത്രം, ക്ലൈമാക്സിലൊരു ട്വിസ്റ്റ് കാര്യങ്ങൾ മാത്രം അടിപൊളിയായിരുന്നു. അത് കുറച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ് വന്നത്. പക്ഷേ ഓവറോൾ സിനിമയ്ക്കകത്ത് വരുന്ന കുറേ ട്വിസ്റ്റും സസ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അതൊന്നും നമുക്കൊരു വാവ് ഫാക്ടർ തരുന്നില്ല, ഒരു ഹുക്കിംഗ് കിട്ടുന്നില്ല സംഭവം. അതുകൊണ്ടാണ് എനിക്ക് ആവറേജ് അനുഭവമാണ് സിനിമ തോന്നിയത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. എന്തൊക്കെയോ കേസ് അന്വേഷണം ആണെങ്കിലും ഭയങ്കര ഒരു വലിയ ഒരു സംഭവമായിട്ടുള്ള കേസ് അന്വേഷണവും കാര്യങ്ങളും നമ്മൾ ത്രില്ലർ സിനിമകൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ട് നമ്മൾ അത്രയും അതിൻ്റെ പീക്ക് ലെവൽ വരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഫീൽ ചെയ്തത്. അപ്പം കേസ് അന്വേഷണം ആണെങ്കിൽ അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ് അന്വേഷണവും കാര്യങ്ങളും മറ്റേ ഈ ഫിംഗർ പ്രിന്റ്സ് അന്വേഷിച്ചു പോയി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ കേസ് അന്വേഷണത്തിൽ. അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഇതിൽ ഫീൽ ചെയ്തില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫീൽ ചെയ്തു. പക്ഷെ ഫസ്റ്റ് പാർട്ട് അടിപൊളിയാണ്, അതൊന്നും പറയാനില്ല. കണ്ടില്ലാത്തവർ എന്തായാലും കണ്ടു നോക്കുക. സെക്കൻഡ് പാർട്ട് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ചിലപ്പോൾ വർക്ക് ആയേക്കാം, പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായില്ല സിനിമ. ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് ഉണ്ടായത്. പിന്നെ ഫസ്റ്റിൻ്റെ ആ ഒരു പ്രതീക്ഷയിൽ പോയി കണ്ടതുകൊണ്ടായിരിക്കാം പക്ക ഒരു എന്താ പറയുക, ഒരു കേസ് അന്വേഷണവും ട്വിസ്റ്റും കാര്യങ്ങളും സസ്പെൻസും ഒക്കെ വരുന്ന കിടിലൻ മൂവിയാണ് പ്രതീക്ഷിച്ചത്. അപ്പം എനിക്ക് അത്ര അങ്ങോട്ട് അത് അത്ര വർക്കായില്ല. നിങ്ങൾ കണ്ടു നോക്കുക, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ബൈ.